അതായത് ഈ ചൈതന്യം നശിക്കാൻ അവിടുത്തെ ക്ഷേത്ര പൂജാരിക്ക് എന്തെങ്കിലും റോളുണ്ടോ? നമ്മളുടെ ഗാത്രത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു പതിപ്പാണ് ക്ഷേത്രം. ഒരേ ഒരു ബ്രഹ്മമായിട്ടിരിക്കുന്നതിനെ നമ്മൾ നമ്മളുടെ ആവശ്യത്തിനായിക്കൊണ്ടായിട്ടാണ് മൂർത്തികളെ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ മൂർത്തി ഭേദം വരുത്തുന്നത്. എന്താണ് ഈ അർഘ്യം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക? ഈ യവക്കണക്കിന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഏത് യോനിയിൽപ്പെടുത്തി ഏതെങ്കിലും ഒരു യോനിയിൽ അത് കൊള്ളിച്ച്, കിഴക്കോട്ടാണെങ്കിൽ അതിന് ഋഷഭയോനിയിൽ, പടിഞ്ഞാട്ടാണെങ്കിൽ സിംഹയോനിയിൽ. വാസ്തു, ജ്യോതിഷം, തന്ത്രം, വേദം, ഇത്രയും കാര്യം, സംഗീതം, ഇത്രയും കാര്യങ്ങളുടെ ഇംപ്ലിമെന്റേഷനോടുകൂടി ഒരു ക്ഷേത്രം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഇത്രയും കാര്യങ്ങൾ യോജിപ്പിച്ചൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലെ ചൈതന്യം ക്ഷയിച്ചു പോകുന്നത്? നമ്മളൊരു കുടത്തിനകത്ത് വെള്ളം നിറച്ചാൽ കാലാന്തരേണ ആ കുടത്തിലെ വെള്ളത്തിന് കുറവുണ്ടാവില്ല. ഒരു ദേവതയ്ക്ക് ഇരിക്കാനുള്ള ഒരു ആസനത്തെ പൂജിക്കുന്ന, അല്ലെങ്കിൽ ഇരിക്കാനുള്ള ഇരിപ്പിടത്തെ റെഡിയാക്കുന്നതാണ് പീഠപൂജ. പീഠപൂജ കഴിഞ്ഞാൽ അവിടെ അടുത്തത് ആവാഹനമാണ്. രാജേഷ് ചേട്ടാ നമസ്കാരം. ചേട്ടാ, ക്ഷേത്ര ചൈതന്യ രഹസ്യം, യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ ഒരു ചൈതന്യമുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ക്ഷേത്രത്തിന് ചൈതന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഗാത്രത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു പതിപ്പാണ് ക്ഷേത്രം. ശരീരത്തിൽ എപ്രകാരമാണോ ആത്മാവ് എന്ന് പറയുന്ന അതായത് ഈ ഈശ്വര സ്വരൂപം എപ്രകാരമാണോ നിലനിൽക്കുന്നത്, അപ്രകാരം ക്ഷേത്രത്തിലും അതേ സ്വരൂപത്തിന് നിലനിൽപ്പുണ്ട്. നമ്മൾ ശരീരത്തിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കുകയാണ്. യോഗാവസ്ഥയിലേക്ക് പോയ ഒരു യോഗീശ്വര സങ്കല്പത്തിലാണ് ദേവനെ നമ്മളവിടെ കണക്കാക്കുന്നത്. എന്തിനാണ് അങ്ങനെ കണക്കാക്കുന്നത്? നമ്മളും അങ്ങനെ ഒരാളെ ആശ്രയിക്കുന്നതിലൂടെ നമ്മളും അതേ അവസ്ഥയെ പ്രാപിക്കട്ടെ എന്നാണ് ഇതിൻ്റെ സങ്കല്പം. അപ്പം ക്ഷേത്രത്തിന് ആദ്യം തുടക്കത്തിൽ ജീവകലശം അല്ലെങ്കിൽ ബ്രഹ്മകലശം ഒക്കെ ആടുമ്പോൾ ഉണ്ടാവുന്ന ചൈതന്യത്തെ പിന്നീട് വ്യവസ്ഥയായിട്ടുള്ള പൂജയിലൂടെയോ അല്ലെങ്കിൽ അനുഷ്ഠാന പദ്ധതിയിലൂടെയോ ഇതിനെ ക്രമപ്പെടുത്തി നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതിന് വരുന്ന ലോപം അല്ലെങ്കിൽ അതിന് വരുന്ന കുഴപ്പങ്ങളെ വാർഷികമായ പദ്ധതിയിലൂടെ പരിഷ്കരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ക്ഷേത്രത്തിൽ ചൈതന്യം നിലനിർത്തുന്നത്. ചൈതന്യം തീർച്ചയായിട്ടും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ചൈതന്യം നിലനിർത്താൻ തന്ത്രി യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇപ്പം നമ്മളൊരു അല്ലെങ്കിൽ ക്ഷേത്ര പൂജാരി അവിടെ ദിനംപ്രതിയുണ്ട്, പക്ഷേ അവിടെ ഒരു തന്ത്രിയുടെ ആവശ്യം എന്തിനാണ് അവിടെ ഉള്ളത്? ഒരു തന്ത്രിയുടെ റോളാണ് ചോദിക്കുന്നത്. ആദ്യം മേശാന്തിയും തന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. മേശാന്തി ഇതിൻ്റെ ഡിസൈനറും ഇൻസ്റ്റോൾ ചെയ്ത ആദ്യത്തെ ടെക്നീഷ്യനുമാണ്. മേശാന്തി എന്ന് പറയുന്ന ആൾക്ക് ഓപ്പറേറ്ററുടെ ജോലിയുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം നിങ്ങളൊരു ക്യാമറ വാങ്ങി, ആ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇതിൻ്റെ ടെക്നിക്സ് ഒന്നും അറിയണമെന്നില്ല. ക്യാമറയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ ടെക്നീഷ്യൻ വേണം. അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ കഴിച്ച തന്ത്രിക്ക് മാത്രമേ അതിൻ്റെ ദേവന് ഉള്ള ഇഷ്ടാനിഷ്ടങ്ങൾ, ദേവൻ്റെ കാര്യങ്ങൾ എല്ലാം നിശ്ചയം ഉണ്ടാവുള്ളൂ. മൂർത്തിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് ഇത് ഗുണവിധേയമായ ഒരു മൂർത്തിയാണ്. അതായത് അതിന് ആ ഇഷ്ടാനിഷ്ടങ്ങളുള്ള അതിനെയാണ് ഗുണവിധേയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിർഗുണമായ ബ്രഹ്മ അല്ല ക്ഷേത്രത്തിലെ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, സങ്കടം, ദേഷ്യം ഇതെല്ലാം ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള വിചാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് അനുഗ്രഹ ശക്തി തന്നെ ഉള്ളത്. അപ്പോൾ അത് വേണ്ടതും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അതിലൊരു കുഴപ്പം വന്നാൽ അതിന് പരിഹാരം ചെയ്യാനായിട്ട് അത് ഉണ്ടാക്കിയ ആൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ പലരും പറയാറുണ്ട് ക്ഷേത്രത്തിലിരിക്കുന്നത് വെറും ഒരു കല്ല് മാത്രമാണ്, അതിൽ ചൈതന്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരോട് ഇതെങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടി ഇത് ക്ഷേത്രത്തിലെ ചൈതന്യം നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറയാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അങ്ങനെ തർക്കിക്കുന്ന ആൾക്കാരോട് നമുക്ക് ഗുഡ് നൈറ്റ് എന്ന് പറയാനേ പറ്റുള്ളൂ. അങ്ങനെ നേരം വെളുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അവരോട് എന്ത് പറയും? നോക്കൂ, നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി നമ്മളൊരു അഭിപ്രായം പറയണമെങ്കിൽ ആ കാര്യത്തെപ്പറ്റി നമ്മൾ പഠിക്കണം. ഇപ്പം ക്ഷേത്രം എന്ന് പറയുന്ന വിഷയം ഇത് വെറും കല്ലാണ്, ഇതിനകത്തൊന്നുമില്ല എന്ന് പറയണമെങ്കിൽ ക്ഷേത്ര ചടങ്ങുകളുടെ താന്ത്രികമായ വശം, അതിൻ്റെ സങ്കീർണത, അത് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ചെയ്ത തന്ത്രിമാരുമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ അവരോടുള്ള സംസാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഇത് ചെയ്ത് നോക്കിയിട്ട് വേണം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ട്. അല്ലാതെ ഒറ്റയടിക്കില്ല, ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് പറയുന്നത്. ഒരു പ്രതിഷ്ഠ ഏത് വസ്തുവിനും അതിൻ്റേതായിട്ടുള്ളൊരു ചൈതന്യമുണ്ട്. അപ്പം ഒരു ആരാധനയ്ക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്തു ഈശ്വരനെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു മാധ്യമം, ഒരു മൂർത്തിയെ കുടിയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു മാധ്യമം, ആ മാധ്യമം നിശ്ചയിക്കുന്നതിന് മുതൽ
ആ ക്ഷേത്രം പണിയുന്ന അവസാനത്തെ താഴേക്കുട പ്രതിഷ്ഠ വരെ വ്യവസ്ഥയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരാളുകളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടാനാണോ ഒരു ഫോട്ടോ വെച്ചാൽ മതി, അല്ലേ? അതെ, ഒരു പടം വരച്ച് വെച്ചാൽ മതി. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ യവക്കണക്കിന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഏത് യോനിയിൽ പെടുത്തി ഏതെങ്കിലും ഒരു യോനിയിൽ അത് കൊള്ളിച്ച്, കിഴക്കോട്ടാണെങ്കിൽ അതിന് ഋഷഭയോനിയിൽ, പടിഞ്ഞാട്ടാണെങ്കിൽ സിംഹയോനിയിൽ, പടിഞ്ഞാട്ടാണെങ്കിൽ ധ്വജയോനിയിൽ, വടക്കോട്ടാണെങ്കിൽ സിംഹയോനിയിൽ, തെക്കോട്ടാണെങ്കിൽ ഗജയോനിയിൽ. ഇനി എല്ലായിടത്തും കോമൺ ആയിട്ട് ശിവേലി വിഗ്രഹം പോലെയുള്ള ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ധ്വജയോനിയിൽ ഒക്കെ കൊള്ളിച്ചാണ് പണിയുന്നത്, കണക്കൊപ്പിച്ചാണ് പണിയുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ പ്രകൃതിയായിട്ട് ലയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും സങ്കീർണതയോടുകൂടി വാസ്തു, ജ്യോതിഷം, തന്ത്രം, വേദം, ഇത്രയും കാര്യം, സംഗീതം, ഇത്രയും കാര്യങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷനോടുകൂടി ഒരു ക്ഷേത്രം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ യോജിപ്പിച്ചൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലെ ചൈതന്യം ക്ഷയിച്ചു പോകുന്നത്? നമ്മളൊരു കുടത്തിനകത്ത് വെള്ളം നിറച്ചാൽ കാലാന്തരേണ ആ കുടത്തിലെ വെള്ളത്തിന് കുറവുണ്ടാവില്ലേ? അതുപോലെ തന്നെയാണിത്. ഒരു ക്ഷേത്രത്തിൽ വ്യവസ്ഥയായിട്ട് തന്നെ അതിന് പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പം ചൈതന്യക്ഷയം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ചൈതന്യക്ഷയം വരണം. കാരണം ചൈതന്യം ഉള്ളതുകൊണ്ടാണ് അതിന് ക്ഷയം വരുന്നത്. അപ്പോൾ വാർഷികമായിട്ടുള്ള കലശ പദ്ധതി, കലശത്തിലൂടെ ഈ ദേവൻ്റെ കലകളെ വർദ്ധിപ്പിച്ച് ചൈതന്യക്ഷയം പരിഹരിക്കണം. അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രായച്ചിത്തം മുതലുള്ള അല്ലെങ്കിൽ മുളയിട്ട് ശുദ്ധി പോലെയുള്ള വലിയ ക്രിയകളോ, പഞ്ചഗവ്യ അവഗാഹം പോലെയുള്ള വലിയ ശുദ്ധിക്രിയകളോ, അല്ലെങ്കിൽ സഹസ്രകലശം പോലെയുള്ള വലിയ കലശങ്ങളോ ഒക്കെ പതിവുണ്ട്. അത് ആ പ്രശ്നത്തിൻ്റെ ആഘാതം അനുസരിച്ച് ഈ ക്രിയകളെല്ലാം വേണ്ടിവരും. ഈ ചൈതന്യത്തിൽ, അതായത് ഈ ചൈതന്യം നശിക്കാൻ അവിടുത്തെ ക്ഷേത്ര പൂജാരിക്ക് എന്തെങ്കിലും റോളുണ്ടോ? ഉറപ്പല്ലേ. ക്ഷേത്രപൂജ, മേശാന്തി എന്ന് പറയുന്ന ആൾ ദേവന്റെ പ്രതിപുരുഷനാണ്. ദേവന്റെ പ്രതിപുരുഷനായിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ആ ചൈതന്യത്തിന് ക്ഷയം ഉണ്ടാവും. പൂജകൾ കൃത്യമായി നടക്കണം, കൃത്യമായി പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യണം, നിവേദ്യം പരമാവധി ശുദ്ധവും വൃത്തിയുമായിട്ട് നിവേദിക്കണം. പക്ഷെ അവിടുത്തെ ഒരു വിഷയം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം ഓരോ പൂജാരിമാരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം തന്ത്രം തന്നെ പല വിധത്തിലുണ്ട്. പല മനകളുടെ കീഴിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരുപാട് പേര് ആ മനയുടെ രീതിയിലാണ് പൂജ കഴിച്ചു വരുന്നത്. അപ്പം പല വിധാനങ്ങളാണ് ഈ ക്ഷേത്ര പൂജ. ഇപ്പം തുളു ബ്രാഹ്മൺസ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയുണ്ട്. അങ്ങനെ ബ്രാഹ്മണ്യത്വം പല രീതിയിലാകുമ്പോൾ അല്ലെങ്കിൽ പല കുലങ്ങളാകുമ്പോൾ പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പല രീതിയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ദേവതയ്ക്ക് ആ ഒരു ക്ഷയം വരുമ്പോൾ വ്യത്യസ്തമായിട്ട് ഭവിക്കുന്നത്? അതിന് തീരുമാനിച്ചിരിക്കുന്നത് വെച്ചാൽ 16 ഉപചാരങ്ങളാണ്. അർഘ്യവാദ്യ മുതലായിട്ടുള്ള ഉപചാരങ്ങളുടെ ക്രമത്തിലോ ഉപചാരങ്ങളുടെ രീതിയിലോ വ്യത്യാസം വരാതിരുന്നാൽ മതി. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കിണ്ടി ഉപയോഗിക്കില്ല, വലത് കിണ്ടി മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണെന്നോ ഇതിവിടെ വേണ്ടതാണെന്നോ പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പീഠപൂജയ്ക്ക് ഞാൻ മണി അടിക്കുന്നില്ല, അതെൻ്റെ ചോയ്സാണ്. വേണ്ടാന്ന് വയ്ക്കാം, എനിക്ക് ഉപദേശം അങ്ങനെയാണ്, വേണ്ട. അതൊന്നും ചൈതന്യത്തെ ബാധിക്കത്തില്ല. നമ്മൾ ഈ അർഘ്യം മുതൽ വരുന്ന ഉപചാരങ്ങൾ, സമയാസമയത്ത് കൃത്യമായിട്ടുള്ള ഉപചാരങ്ങൾ, നിവേദ്യത്തിൻ്റെ ക്രമം, ഇതൊന്നും തെറ്റാതിരുന്നാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാമോ? അതായത് എന്താണ് ഈ അർഘ്യം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ദേവതയ്ക്ക് നമ്മൾ ഈ പൂജയുടെ ഒരു സാങ്കേതിക വശത്തിൽ അതിൻ്റെ ഒരു ഭൗതികമായ ഒരു തലമുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദേവതയ്ക്ക് ഇരിക്കാനുള്ള ഒരു ആസനത്തെ പൂജിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കാനുള്ള ഇരിപ്പിടത്തെ റെഡിയാക്കുന്നതാണ് പീഠപൂജ. പീഠപൂജ കഴിഞ്ഞാൽ അവിടെ അടുത്തത് ആവാഹനയാണ്. ആവാഹന വെച്ചാൽ ഏത് ദേവചൈതന്യമാണോ അവിടെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ദേവചൈതന്യത്തെ അതത് മന്ത്രങ്ങളെ കൊണ്ട് ആവാഹിച്ച് ആ ചൈതന്യത്തെ അവിടെ നമ്മൾ സങ്കല്പിക്കുകയാണ്. ഈ സങ്കല്പിക്കുന്ന ദേവചൈതന്യം നമ്മൾ കരുതുന്നത് നമ്മുടെ വീട്ടിലൊരാൾ വരുന്ന പോലെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കൈയും കാലും മുഖവും കഴുകാനൊക്കെ വെള്ളം കൊടുക്കുന്ന പോലെ തന്നെ ഈ ദേവതയ്ക്ക് കൊടുക്കുന്ന ആദ്യത്തെ വെള്ളമാണ് അർഘ്യം. അർഘ്യം കൈ കഴുകാനാണ്, കയ്യിലേക്കാണ്. പാദ്യം കാലിലേക്കാണ്. അത് ശൈവമായിട്ടുള്ള മൂർത്തികൾക്കെല്ലാം തന്നെയും പാദ്യമാണ് ആദ്യം. വൈഷ്ണവമായിട്ടുള്ള മൂർത്തികൾക്ക് അർഘ്യമാണ് ആദ്യം. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ആദ്യകാലത്ത് ശൈവരായിട്ടുള്ള ആളുകൾ അവരുടെ ആചമിക്കുന്ന സമയത്ത് ആദ്യം കാലാണ് കഴിയുന്നത്, വൈഷ്ണവർ ആദ്യം കൈയാണ് കഴിയുന്നത്. അപ്പം ആ വ്യത്യാസം മൂർത്തികൾക്കും വന്നതാണ്. മൂർത്തികളിലും ശൈവവും വൈഷ്ണവവും ഉണ്ടോ? എല്ലാം ഉണ്ട്. അതായത് ഇപ്പം ശിവനും വിഷ്ണുവും മാത്രമല്ലല്ലോ ക്ഷേത്രങ്ങളുള്ളത്. അവിടെ ഗണപതിയുണ്ട്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യനുണ്ട്, ദേവിയുണ്ട്, ഭദ്രകാളിയുണ്ട്, പല ദൈവങ്ങളുണ്ട്. അപ്പം അവരിലെങ്ങനെയാണ് ഈ ശൈവ ഭേദമുണ്ട്. മൂർത്തികൾ എന്ന് പറയുന്നത് തന്നെ ഗുണവിധേയമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരേ ഒരു ബ്രഹ്മമായിട്ട് ഇരിക്കുന്നതിനെ നമ്മൾ നമ്മളുടെ ആവശ്യത്തിനായിക്കൊണ്ടായിട്ടാണ് മൂർത്തികളെ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ മൂർത്തി ഭേദം വരുത്തുന്നത്. അവിടെ തന്നെ ഈ ശൈവ വൈഷ്ണവ ഭേദം മൂർത്തികൾക്കുണ്ട്. മനുഷ്യരിൽ ഈ ഭേദങ്ങളെല്ലാം ഉള്ളതുപോലെ തന്നെ മൂർത്തികളിലും ഉണ്ട്. ഇപ്പം ശിവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതൊക്കെ ശൈവവും, ശക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതൊക്കെ ശാക്തേയവും.
എന്നാൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതൊക്കെ വൈഷ്ണവം. ഇതിൽ തന്നെ മിശ്രമായിട്ട് വരും. ഉദാഹരണം പറഞ്ഞാൽ ദുർഗ ഭഗവതി ആണെങ്കിലും ദുർഗയെ വൈഷ്ണവമായിട്ട് കൂട്ടും. ഭദ്രകാളി അതുപോലെ തന്നെ ആണെങ്കിലും ദേവി തന്നെയാണെങ്കിലും ഭദ്രകാളിയെ ശൈവമായിട്ടാണ് കണക്കാക്കുന്നത്. സരസ്വതിയെ ശൈവമായിട്ടാണ് കണക്കാക്കുന്നത്. മഹാലക്ഷ്മിയെ വൈഷ്ണവമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ മൂർത്തികൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശങ്കരനാരായണൻ വിഷ്ണുവും ശിവനും കൂടെ ചേർന്നതാണ്. അപ്പോൾ ശങ്കരനാരായണനെ ഏത് ഇതിൽ ഉൾപ്പെടുത്തും?